അതുകൊണ്ട് ഞാൻ പറയുന്നത് തുടക്കം മുതൽ കേന്ദ്ര സംസ്ഥാന ബന്ധം എങ്ങനെ വ്യത്യസ്തമാവും. PM ശ്രീ വരാൻ പോവുകയാണ്. മുസ്ലിം ലീഗാണ് അതിന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. CPM-നെ ഏറ്റവും ആക്രമിച്ചത് ഈ RSS BJP ബാന്ധവത്തിന്റെ പേരിൽ സ്വന്തം ക്യാബിനറ്റിനെയും പാർട്ടിയെയും പോലും ആലോചിക്കാതെ PM ശ്രീ ഒപ്പിട്ടതിനെതിരായി ഇവിടെ സമരം ചെയ്യുകയും ജനങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്ത് UDF എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയാനുള്ള ആളുകൾക്ക് തീരുമാനം വേണം. അല്ലാതെ വെറുതെ നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് ആണ്, ഞാൻ വ്യത്യസ്തനാണെന്ന് ഞാൻ തന്നെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നിരവധി കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു വൈറ്റ് പേപ്പർ ഇപ്പൊ എന്തായാലും പഴയ മുൻ സെക്രട്ടറി ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം കേരള ജനത ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിലെ യൂണിയൻ സർക്കാരുമായി ഇപ്പോഴത്തെ UDF-ന്റെ ബന്ധത്തിന്റെ അതിന്റെ ഒരു രൂപരേഖ ഞങ്ങൾക്ക് അറിയണം. കാരണം നമുക്ക് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്ന അടുത്ത ഒരു മാസത്തിനകം തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ അങ്ങനെയാണ്. അല്ല, താങ്കൾ ഇത് പറയണം. അത് അല്ലെങ്കിൽ പിന്നീട് ഓരോ കാര്യത്തിലും ഇവരെ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് വരട്ടെ സർ, ഒന്നൊന്നായിട്ട് വരട്ടെ. ഇന്ന് കേരളയിൽ വന്നു, അതുപോലെ PMC പറയുന്നത് ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഓരോന്ന് അവരുടെ ഓരോ വിഷയം നമ്മൾ അവരെ സ്തുതിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അവരെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ ഡിസിഷനും വരട്ടെ, അതിന്റെ മെറിറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ 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 കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്റെ അച്ഛന്റെ ജാതി വാലുകൂടി സത്യപ്രതിജ്ഞയിൽ ഉൾപ്പെടുത്തിയത്. അതിന് അദ്ദേഹം ഇന്ന് പറഞ്ഞത് അതിലെന്താണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു, ഞാൻ എൻ്റെ അച്ഛന്റെ മുഴുവൻ പേര് പറഞ്ഞു. അദ്ദേഹം എന്തുകൊണ്ട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് പറഞ്ഞില്ല? ചോദ്യമല്ലേ. ഞാനും ഇപ്പൊ പറയുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ജാതിവാൽ ഇല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയും ഈ അവസരത്തിൽ അത് എങ്ങനെ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ആഹ്ലാദം കൊടുത്തു? അതെനിക്ക് തോന്നുന്നത് സാർ ഇതുപോലെയാണ്. നമ്മുടെ പാസ്പോർട്ടിന്റെ പേരിലാണ് ഇപ്പൊ എൻ്റെ VK ചെറിയാൻ എന്നുള്ളത് വലിയ തരയിൽ കുര്യൻ ചെറിയാൻ. എന്റെ പൊതുവെ ഇമിഗ്രേഷൻ പറഞ്ഞോട്ടെ സാർ, പേര് ചോദിക്കാറില്ല. കാരണം അവർക്ക് വലിയ തരയിൽ മലയാളികൾ അല്ലാത്തവർക്ക് അത് പറയാൻ പ്രയാസമാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഞാൻ വെളിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാള് ഇതെന്താന്നുള്ള മട്ടി ചോദിച്ചു. എനിക്ക് 2 മണിക്കാണ്, രാവിലെ 2 മണിക്കാണ്, 2 AM. എനിക്ക് പറയാനുണ്ടായിരുന്ന എൻ്റെ തന്തയിട്ട പേരാണെന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. പക്ഷേ നമുക്കൊന്ന് അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ ഇത് സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇപ്പം VK ചെറിയാനല്ല ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള ഓർഡർ വരുന്നത്, വലിയ തരയിൽ കുര്യൻ ചെറിയാൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് അവർ സാധാരണ പാസ്പോർട്ടിലെ പേര്, ആധാർ കാർഡിലെ പേരൊക്കെ വെച്ചാണ്. അത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ തെറ്റായിട്ട് വന്നില്ല. പിന്നെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മേനോനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് എനിക്ക് ഇതിനകത്തൊരു ജാതി രാഷ്ട്രീയം കാണാൻ നോക്കുന്നത് വളരെ, അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തു, അത് വലിയ പാവമാണോ എന്ന് ചോദിച്ചു. അത് നമ്മൾ പറയുന്നത് ഇതുപോലെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളാരും സെലക്ട് ചെയ്തിട്ടുണ്ടായല്ലോ, നമ്മൾ സോ ഹാപ്പൻ ആക്സിഡന്റ് ഓഫ് ബർത്ത്. അപ്പൊ അതിന് ചെറിയ താങ്കൾ പറയുന്നത് മനസ്സിലായി. ഞാൻ വൈരുദ്ധ്യത്തിലേക്കാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് MLA ആയപ്പോൾ ഈ മേനോൻ ആവശ്യമില്ലായിരുന്നു? MLA എന്ന് പറയുന്നത് അത്ര ഒരു 3.5 കോടിയിലെ ഒരാളുടെ പോസ്റ്റ് അല്ല ഇത്. സീരിയസ് ആയിട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല MLA കേരളത്തിലെ അസംബ്ലിയിലെ അങ്ങനെ ഇത് നോക്കി, അതായത് പാസ്പോർട്ടിലോ അല്ലെങ്കിൽ താങ്കൾ അത് ന്യായീകരിക്കുകയാണെങ്കിൽ അത് ന്യായീകരിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് ഇത് ഇഷ്യൂ ആക്കേണ്ട കാര്യമേ ഇല്ല. കാര്യം വെച്ചാൽ ഇപ്പൊ എന്റെ പേര് എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞാനിത് പറയുന്നത്, ഒരാൾ സ്വയം നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അതടിസ്ഥാനത്തിലായിരിക്കും, ഞാനടക്കം. അല്ല, അത് താങ്കളുടെ സ്വാതന്ത്ര്യം. എന്റെ പേര് ചെറിയാനായോണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് താങ്കൾ വിചാരിക്കുന്ന പോലെയുള്ളൂ. ഞാനൊരു പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയല്ല. പൊതുബോധത്തിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയും.
ഇല്ല പൊതുബോധത്തിന്റെ അല്ല അല്ല അത് പിന്നെ അതായത് അത് സതീശന് സ്വീകരിക്കാമെങ്കിൽ നല്ലത്. അദ്ദേഹത്തിന്റെ ഈ ജാതിവാൽ ഇല്ലാതെയും അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാമായിരുന്നു. ഇല്ല ഞാനിപ്പോ തർക്കിക്കുകയല്ല, അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഇത് മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രിയാണെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനം ജനങ്ങൾ പ്രതീക്ഷിക്കും. സാർ അത് അവിടെയാണ് നമുക്ക് സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്റെ അച്ഛൻ തന്ന പേര് എന്നെ മാറ്റാൻ പറ്റുമോ? ഇത് പറ്റത്തില്ല. പേര് മാറ്റണമെന്നല്ല പറയുന്നത് ചെറിയ, ഞാൻ വൈരുദ്ധ്യമാണ് ഊന്നുന്നത്. അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ദയവായി പറയൂ. എന്തുകൊണ്ട് ഇതിനു മുൻപ് മേനോൻ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ആവശ്യം വന്നു? അത് പറയൂ. ആ ന്യായീകരിക്കുന്നെങ്കിൽ സതീശന്റെ പ്രവർത്തനം ന്യായീകരിക്കുക, അതിന് മറുപടി പറയും. ഇത് എഴുതി കൊടുക്കുന്നത് ഗവർണറിന്റെ ഓഫീസിലുണ്ട്. ഗവർണർ ഓഫീസ് എന്താണ് നോക്കുന്ന? ഇത് ആധാർ കാർഡും പാസ്പോർട്ടോ അങ്ങനെയുള്ള. ഞാൻ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, സതീശന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു, ചെയ്തതിനെ മാനിക്കുന്നു. ഞാൻ എന്റെ വ്യക്തിപരമായ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. MLA അപ്പം കേരളത്തിൽ ഞാൻ വന്നാൽ എൻ്റെ അടുത്ത് ആരും ചോദിക്കത്തില്ല VK എന്താണെന്ന്. പക്ഷെ ഡൽഹിയില് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ VK? എനിക്കൊന്ന് അതാണ് എന്റെ എന്റെ വ്യക്തിപരമായി മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നത് വിജയകുമാർ എന്നാണ്. അപ്പോൾ അവർക്ക് ആശ്വാസം. ചെറിയാൻ VK ചെറിയാൻ അല്ല VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ലക്ഷക്കണക്കിന്. താങ്കളുടെ ഒരു സ്വകാര്യ ഐഡന്റിറ്റി അല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. N മാധവൻകുട്ടിയുടെ അച്ഛന്റെ പേരല്ല ഇവിടെ ചർച്ച ചെയ്യുന്ന കേരള മുഖ്യമന്ത്രി പറയുമ്പോൾ അതുവരെ അദ്ദേഹം പറയാതിരുന്ന മേനോൻ എന്തിന് അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തി? അതിലെന്ത് പ്രത്യേക അഭിമാനമാണ് അദ്ദേഹം കാണുന്നത്? ഞാൻ ഇന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പറഞ്ഞു, എന്റെ അച്ഛനെ ഞാൻ ആ സമയത്ത് ഓർത്തു. എന്റെ പേരിലുണ്ട്, ഓർക്കണം. എന്റെ അച്ഛനെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മേനോനായിട്ട് ഞാൻ ഓർക്കണം. എന്റെ അച്ഛനെ ഓർക്കാൻ അച്ഛന്റെ ജാതി പറയണം. എന്താണ് ഈ പറയുന്നത്? ആ പേരിനകത്ത് ഉണ്ടാകും സാർ. ഇതിപ്പം അപ്പൊ എന്തുകൊണ്ട് ഈ പേരിടൽ ഇതിന് മുൻപ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നില്ല? പേര് ഒളിച്ചിരിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ പേരിലും താങ്കൾ ന്യായീകരിക്കുന്നത് മനസ്സിലായി. പക്ഷെ എന്റെ വളരെ ശക്തമായ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് ന്യായീകരണമല്ല. ഞാൻ പറഞ്ഞ ഒരാൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം സോഷ്യലിസ്റ്റ് ആണെങ്കിൽ, നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം സ്വയം മേനോൻ എന്നുള്ളത് മാറ്റി ഒഫീഷ്യലി മാറ്റണമെന്ന് ഒരിടത്തും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ലാത്തത് എന്റെ വായിൽ തിരികണ്ട സാധിക്കുകയുമില്ല. ഞാൻ കൃത്യമായി പറയുന്നത് ആദ്യ MLA ആയി അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് എന്ത് പോരായ്മയാണ് ഉണ്ടായിരുന്നത്? സർ, കേരളത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ചില ഒരു കാര്യവുമില്ലാത്ത സംഗതികളാണ് ഇതൊക്കെ. അതായത് എന്നെ VK ചെറിയാന്നുള്ളത് VK ചോദിക്കുന്നത് എന്തിനാണ്? ഇവിടെ ഇയാളുടെ കാസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഇപ്പൊ ഇടതുപക്ഷം ചെയ്യുന്നത്. ഒരാൾ ഇടതുപക്ഷമല്ല, ഞാൻ ചോദിക്കുകയാണ്. ഒരു ഇടതുപക്ഷം ഇടതുപക്ഷം എന്ത് ചോദിക്കുന്നത്? ഇത് ഏത് മലയാളിയും ചോദിക്കാവുന്ന ചോദ്യമാണ്. ജാതിവാൽ എന്നേ കളഞ്ഞതാണ്. മുഖ്യമന്ത്രി തന്നെ ആദ്യ MLA ആയത് എത്ര MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മേനോനില്ലാത്ത ദാമോദരന്റെ പേരിൽ ചെയ്തു. അത് ആവശ്യമുണ്ടോ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിച്ചിട്ടുണ്ട്. താങ്കളിപ്പോ അത് വെറും ഇടതുപക്ഷത്തിന് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ചോയ്സ്. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ചോയ്സ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ചോയ്സ് മാനിക്കുന്നു, അദ്ദേഹത്തിന്റെ അവകാശമാണ്. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത് പറയാനുള്ള അവകാശവും ഒരു പൗരനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം ചെയ്യുന്ന എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. Everything will be audited. Everything will be audited. As Pinarayi was audited. പിണറായി എങ്ങനെ ഓഡിറ്റ് ചെയ്തോ അതുപോലെ സതീശന് ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ പറയുന്നത് അതിലും വളരെ സൂക്ഷ്മമായി ചെയ്യണം. വെച്ചാൽ സതീശൻ കുറച്ചുകൂടെ ഇൻഫോംഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു പണ്ട് മുതൽ. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതെ. പിണറായി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് നിലവാരത്തിൽ ചോദ്യം ചെയ്തു CPM നേതാവ് എന്നുള്ള നിലയ്ക്ക്. അതുപോലെ സതീശൻ കോൺഗ്രസ്സുകാരൻ മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് സ്വയം പറയുന്നുകൊണ്ട് അദ്ദേഹത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തും.
സംശയമില്ല കാര്യത്തിൽ. അത് അക്കാര്യത്തിൽ ഇല്ലല്ലേ. പക്ഷെ അത് ഞാൻ പറയുന്നത് എല്ലാവർക്കും പിണറായിയുടെ നമുക്ക് പിണറായിയുടെ കാസിനെ പറ്റി പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞപ്പോൾ ഞാനാണ് ആദ്യം ഞാൻ ബേബിക്ക് ഒക്കെ അയച്ചു കൊടുത്തു. അതായത് ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാര്യം വെച്ചാൽ അദ്ദേഹം പിണറായി എന്ന പേഴ്സൺ ഉപരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ആരെങ്കിലും അധിക്ഷേപിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി ചെറിയ ഒരു കാര്യം കൂടി എന്റെ ഒരു അഭിപ്രായം കേരളത്തിൽ നിന്ന് ചോദിക്കട്ടെ. ഈ SIT ഉപയോഗിച്ച് ആലപ്പുഴയില് ഗൺമാന്റെ ആക്രമണത്തെ പറ്റിയുള്ള അന്വേഷണത്തിൽ CPM-ന്റെ പ്രതികരണം എന്താണ്? അവർ പറയുന്നില്ലല്ലോ. നോക്കൂ, ഇത് നമ്മൾ ചോദിക്കണം. പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കണം. സതീശനോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കലല്ല. കാരണം ഇതിന് ഉത്തരവാദിയായ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? അനിലിനെ സംരക്ഷിക്കാൻ പിണറായിക്കും പ്രതിപക്ഷത്തിനും CPM-നും കഴിയുമോ? അത് പറഞ്ഞിട്ടില്ല. അതൊന്നും ഒളിച്ചോടാൻ കഴിയില്ല CPM-ന്. ഇല്ല, തീർച്ചയായിട്ടും ഇത് ഓഫീസേഴ്സ്, കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സും സിവിൽ സർവീസ് ഓഫീസേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സർക്കാരുകൾ മാറി മാറി വരും, പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് മാറി മാറി വരും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ലോയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് പൊതുവെ നമ്മൾ പൊതുവെ അംഗീകരിക്കുന്ന. പക്ഷെ ഇത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണ്, പേഴ്സണൽ ഗൺമാൻ ആണ്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, പേഴ്സണൽ സ്റ്റാഫാണ്. അദ്ദേഹമാണ് ഇറങ്ങി അടിച്ചത്. അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ പിണറായിക്ക് കഴിയുമോ? CPM-നെ തുനിയുമോ? ഇതൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളായി പൊതുവെ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലല്ല, രാഷ്ട്രീയ ചോദ്യമാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത് അവര് ഉത്തരം പറയേണ്ടതാണ്. എനിക്ക് ഇതുവരെ പറയേണ്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്, പറയേണ്ടതാണ്. സിൽവർ ലൈനിനെ ഉപേക്ഷിച്ചതിനെതിരായി സമരം ചെയ്യുമോ? അടിച്ച അനിലിനെ സംരക്ഷിക്കാൻ ഇറങ്ങുമോ? കോടതിയിൽ കേസ് നടത്തി കൊടുക്കുമോ? CPM-ന്റെ ചിലവിൽ കേസ് നടത്തുമോ അനിലിനെ സംരക്ഷിക്കാൻ? ഇതൊക്കെ ചോദിക്കണം. മാധ്യമങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വെറും തൊലിപ്പുറത്തുള്ള സംവാദത്തിലാണ്. ഇപ്പൊ നമ്മളുടെ ഈ ചെറിയ സംഭാഷണം യഥാർത്ഥ കാര്യങ്ങളിലേക്ക് ചെറിയ ഒരു കൂട്ടം മലയാളികളെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ തൊലിപ്പുറത്തെ വർത്തമാനത്തിന് എനിക്ക് താല്പര്യക്കുറവാണ്. കാരണം നമ്മളെ ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് ഇതിന് ചോദ്യങ്ങൾ. നമുക്ക് പ്രതിപക്ഷത്തോടും ചോദ്യമുണ്ട്, സതീശനോടും ചോദ്യമുണ്ട്. അങ്ങനെ നമ്മൾ സ്വതന്ത്രരായിട്ടുള്ള പത്രപ്രവർത്തകരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരോടും ചോദിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവര് ഓരോന്നിനും ഉത്തരം പറയണം. കാരണം ഈ 10 കൊല്ലം കൊണ്ട് അവർ ചെയ്ത കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുമോ? അവർ അഴിമതി ആരോപണങ്ങൾ നേരിടുമ്പോൾ പാർട്ടി ചിലവിൽ കേസ് നടത്തുമോ? മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആരോപണത്തിന്റെ കേസ് പാർട്ടി നടത്തുമോ? അറിയണോ? അതൊക്കെയാണ് വരുന്ന മാസങ്ങളിലെ ക്രൂഷ്യലായ ക്വസ്റ്റ്യൻ. വളരെ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കാണ് കേരളം കടക്കുന്നത്. അത് ബോധ്യമുണ്ടാവണം. വളരെ ലളിതമായിട്ടുള്ള ഈ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം സംസാരിക്കുന്ന ലാഘവത്തോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ശരീരത്തെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനെ സൂക്ഷ്മമായി പഠിക്കുകയും മാറ്റങ്ങളെ ചരിത്രപരമായി കാണുകയും വേണം. അപ്പൊ അത്തരത്തിലുള്ള ശ്രമത്തിലേക്ക് അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് എനിക്ക് തോന്നുന്നത് സതീശൻ സർക്കാരിന്റെ കേന്ദ്രവുമായിട്ടുള്ള ബന്ധമാണ്. താങ്കൾ പറഞ്ഞ പോലെ അത് എങ്ങനെ ഉരുത്തിരിയും എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇവിടെ ചർച്ചയിലുണ്ട്. താങ്കൾ അറിഞ്ഞു എന്നറിയില്ല. സതീശൻ ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ അസംതൃപ്തി മാറ്റാനായി വെള്ളയമ്പലത്തിലെ അവരുടെ ബിഷപ്പിന്റെ വീട്ടിൽ പോയി. അതിൽ വൈരുദ്ധ്യമുണ്ടോ? അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചല്ല പോയത്, ഒരു പ്രശ്നം പരിഹരിക്കാൻ അവരെടുത്ത് പോയി. എനിക്ക് ലോജിക്കലായിട്ട് തോന്നി. കാരണം നാളെ സതീശൻ ഒരു പക്ഷേ വെള്ളാപ്പള്ളിയുടെ അടുത്തും പോണ്ടി വന്നേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ തിരുമേനിമാർ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെ വിളിച്ചു കൊണ്ടുവന്ന് ശക്തി പ്രകടിപ്പിക്കുകയല്ല, മുഖ്യമന്ത്രിയെ അവിടെ പോയി കണ്ട് തങ്ങളുടെ പരാതി പറയലാണ് തിരുമേനിമാരുടെ ഉത്തരവാദിത്വം. ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളെ പോയി കണ്ട് തങ്ങളുടെ പരാതി പറയലാണ്, അല്ലാതെ മുഖ്യമന്ത്രിയെ അരമനയിലേക്ക് വിളിച്ച് അധികാരം കാണിക്കലല്ല.
അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ്. വിളിക്കല്ല, അങ്ങനെ സമ്മർദ്ദം ചെലുത്തുക. വിളിക്കുകയല്ല, ഒരിക്കലും വിളിക്കില്ല. ബിഷപ്പ് വിളിച്ച് മുഖ്യമന്ത്രിയോട് വരാൻ പറയില്ല. പക്ഷെ അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ഒരിക്കലും നല്ലതല്ല. ഞാൻ അവരുടെ പക്ഷത്താണ്. ഞാൻ പറഞ്ഞ ആരും ചെയ്യാൻ പാടില്ല. അത് അരമനയാണേലും പെരുന്നേലെ പോപ്പാണെങ്കിലും കണിച്ചുകരിലെ നേതാവാണെങ്കിലും കാന്തപുരത്തെ ഉസ്താദാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. അത് ജനങ്ങൾക്കെതിരെയുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ്, ജനങ്ങൾക്കെതിരെ ഒരു ഭീഷണിയാണ്. അത് തന്നെ ഞാൻ പറയും. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും. താങ്ക് യു.